നോക്കൂ, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അന്ന് രാവിലെ മുതൽ മനുഷ്യന്മാരെ മൊത്തം വട്ടാക്കി, അവരെ മൊത്തം ഉപദ്രവിച്ച്, അവരെ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷ മൂഡിൽ വരുന്ന ഒരു വൈബിൽ വരുന്ന ജനതയാണ്. അവരെ മൊത്തം വെറുപ്പിച്ച് അന്ന് വൈകിട്ട് വരെ കൊണ്ടുപോയി എടുത്ത അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഇയാൾക്കെതിരെ സ്ഥലം മാറ്റം ഉണ്ടായി. വേറെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായിട്ടില്ല. ശ്രീ ബി എൻ അസ്കർ, ഈ ADGP അജിത് കുമാർ അന്ന് തൃശ്ശൂരിലുള്ള ആളാണ്. അന്ന് അയാൾ എപ്പോഴെങ്കിലും ഇടപെട്ടോ? ഇടപെട്ടില്ല. ഈ അജിത് കുമാർ എന്താണ് അന്വേഷണ റിപ്പോർട്ട് വെക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിനെ കുറിച്ച് അസ്കർ കേട്ടോ? കേട്ടില്ല. ഇപ്പോൾ അന്നൊക്കെ കേൾക്കുന്നുണ്ട് ഈ പൂരം അലങ്കോലമാക്കി സുരേഷ് ഗോപിക്ക് ഒരു വഴിവെട്ടാൻ വേണ്ടി ഗൂഢ ഇടപെടൽ നടത്തുമെന്ന് പല ആൾക്കാരും പറഞ്ഞപ്പോൾ അതൊരു സ്ഥിരീകരണ സ്വഭാവത്തിൽ MLA തന്നെ പറയുകയാണ്. അത് ചെയ്തത് ഈ അജിത് കുമാർ ആണെന്ന് പറയുകയാണ്. അജിത് കുമാർ ആരാണ്? പി ശശിയുടെ സ്വന്തം കക്ഷി. പി ശശിയും കൂടി ചേർന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുത്തു ലോക്സഭയിലേക്ക് എന്ന ഗുരുതര രാഷ്ട്രീയ ആരോപണമാണ്. അത് DGP അന്വേഷിച്ചാൽ പറ്റുമോ ശ്രീ ബി എൻ അസ്കർ? ഹാഷ്മി, ഇതൊരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ആരോപണം തന്നെയാണ് സ്വാഭാവികമായും ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളല്ല നഷ്ടപ്പെട്ടിട്ടുള്ളത്. പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. തൃശ്ശൂർ വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത്, സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ അത് കോൺഗ്രസിൽ നിന്നും UDF നിന്നുമാണ്. UDF അവിടെ വോട്ടുകൾ ചോർന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകൾ തന്നെ വീണ്ടും നേടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു പല രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ പൂരത്തിൽ നടത്തിയ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ മാത്രം ഉത്സവമൊന്നുമല്ല. കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ആളുകൾ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം പൂരം കാണുന്നത് തൃശ്ശൂരിലേക്ക് എത്തുക എന്നുള്ള ഒരു വസ്തുതാപരമായ കാര്യം കൂടി നാം കാണണം. അപ്പോൾ ആ തൃശ്ശൂരിലുള്ള വോട്ടർമാർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി പോലീസ് അവിടെ അമിത ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്, അമിത നിയന്ത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്ന് നാം വാർത്തകളിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതൊരു വലിയ തെറ്റായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ സ്ഥലം മാറ്റുകയും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി പോലീസ് മാത്രമല്ല ഈ പറയുന്ന അങ്കിത്തിന്റെ ഈ ഇടപെടൽ, മര്യാദഘട്ട ഇടപെടൽ തോൽവിക്ക് കാരണമായി എന്ന് വിലയിരുത്തലുണ്ടായില്ലേ പാർട്ടിക്കുള്ളിൽ തന്നെ? എന്നിട്ട് നടപടി ഉണ്ടായോ? അജിത് കുമാറിന്റെ റിപ്പോർട്ട് എവിടെ എന്ന് CPM ചോദിച്ചോ? എന്ന് BJP ചോദിച്ചോ? കാണണ്ടേ അജിത് കുമാറിന്റെ റിപ്പോർട്ട്? അല്ല, അജിത് കുമാർ എന്തായാലും അതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സമയബന്ധിതമായി തന്നെ കൊടുക്കേണ്ട റിപ്പോർട്ടാണല്ലോ, അല്ലാതെ അജിത് കുമാറിന്റെ സൗകര്യം പോലെ കൊടുക്കേണ്ട റിപ്പോർട്ടല്ല അത്. അല്ല, ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ചർച്ചയും ഒക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണം മാത്രമായിട്ട് ഇതിനെ കാണേണ്ട. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ ഒരു വലിയ തരത്തിൽ ഇപ്പോൾ ശ്രീ PV അൻവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് അത് അദ്ദേഹം അസമയത്തും അസ്ഥാനത്തും ഉപയോഗിച്ചിട്ടുള്ള ആരോപണമാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമായിട്ടുള്ള ആരോപണമാണെങ്കിൽ മറുപടി പറയാൻ അറിയാത്ത ആളാണോ മുഖ്യമന്ത്രി? ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അസമയത്തെയും അസ്ഥാനത്തെയും ആരോപണമാണെങ്കിൽ മറുപടി പറയാൻ അറിയാത്ത ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? ഇതുവരെ മറുപടി പറയാത്ത ആളാണോ മുഖ്യമന്ത്രി? TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കുലംകുത്തിയെന്നും കുലംകുത്തി തന്നെയാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളല്ലേ മുഖ്യമന്ത്രി? പിന്നെയാണോ ഒരു MLA, ജീവിച്ചിരിക്കുന്ന ഒരു MLA പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ കുലംകുത്തിയാണെന്ന് പറയാൻ അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി? അദ്ദേഹം ശരിവെക്കുകയാണ്. അദ്ദേഹം ശരിവെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കൂ ശ്രീ ബി എൻ അസ്കർ. കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ യോഗത്തിൽ പരസ്യമായി ഒരു ADGPക്കെതിരെ പോലീസിലെ രണ്ടാമനെതിരെ നടപടി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തൊരു ഗതികേടാണ് ശ്രീ ബി എൻ അസ്കർ! എന്തൊരു തോൽവി സമ്മതമാണ്! എന്തൊരു അടിയറവ് പറയലാണ് താങ്കൾ പറയുന്ന വാദം മുഖവിലേക്കെടുത്താൽ? അല്ല, അങ്ങനെയല്ല ഹാഷ്മി അതിനെ കാണേണ്ടത്. ഒരുപക്ഷെ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ അത്തരമൊരു പ്രഖ്യാപനം നടത്താനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിച്ചു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടിലൂടെ തീരുമാനിക്കാവുന്ന കാര്യം അദ്ദേഹം പൊതുയോഗത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയാണ്. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വഴിവിട്ട് ജീവിക്കുന്നു എങ്കിൽ അവരെ ഒക്കെ മൂക്കുകയറിടും എന്നുള്ള സന്ദേശമാണ്. ആ സന്ദേശം നൽകുന്നുള്ള ആർജവമാണ് മുഖ്യമന്ത്രി കാണിച്ചത്. പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് വളരെ ലളിതമായി തന്നെ ചില കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നിടത്ത് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചതായി കണ്ടിട്ടില്ല. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ധാർമ്മിക ബോധ്യം. ആ ധാർമ്മികതയിലാണ് അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ പഴി കേൾക്കേണ്ടി വരുന്നത്, അദ്ദേഹം അപവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടേണ്ടി വരുന്നത്.
ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയമനം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് എപ്പോഴും സർക്കാരും പാർട്ടിയുമായി നടക്കുന്ന എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളും എടുക്കുന്നതിനുള്ള ബ്രിഡ്ജിംഗ് ആണ് എപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയമനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്താറുള്ളത്. അതാണ് എല്ലാ കാലഘട്ടത്തിലും ചെയ്യാറുള്ളത്. ആ പാലം പീസസ് ചെയ്തത് ഈ പറയുന്ന എം ആർ അജിത് കുമാറിന് അധമ പണികൾക്കുള്ള വഴിവെട്ടി കൊടുത്തു എന്നാണ് അൻവർ പറയുന്നത്. അൻവർ പരോക്ഷമായി പറയുന്നത് കേട്ടോ. ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളുടെ വഴിവിട്ട പോക്കിനെ കുറിച്ച് അവർ മാധ്യമങ്ങളോടക്കം നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞ് കേസെടുത്ത് മാധ്യമങ്ങളെ അടക്കം ഈ പാർട്ടിക്ക് എതിരാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ പറയുന്നുണ്ട്. അന്നൊന്നും ബോധ്യമാകാത്ത പാർട്ടിക്കും അന്നൊന്നും ബോധ്യമാകാത്ത മുഖ്യമന്ത്രിക്കും ഒരു ഭരണപക്ഷ MLA വന്നിരുന്ന് പരസ്യമായി നേരത്തെ NV ബാലകൃഷ്ണൻ പറയുന്ന പോലെ അങ്ങ് എന്താണ് പാർട്ടിയെ പൊതുസമൂഹത്തിൽ പരമാവധി വിമർശിക്കാവുന്നതിന് VDC ചെയ്യാത്ത രീതിയിൽ വിമർശിക്കുമ്പോൾ അവർക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ ആ ബോധ്യത്തിനെന്തോ പ്രശ്നമുണ്ട്.